ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോ ആരതിയാണെങ്കിലും ഇതുപോലെ തന്നെയല്ലേ ചെയ്യുള്ളൂ അമ്മായി. മരുമകളുടെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം മരുമകനും കൂടെ ബാധകമല്ലേ. ഞാനിപ്പോ എന്റെ കർത്തവ്യം മാത്രമേ ചെയ്തോളൂ. മോനെ വിക്കി, നീ ചെയ്ത നല്ല കാര്യത്തിന് എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. മോനിരിക്കെ, ഞാനിപ്പോ ചായ കൊണ്ടുവരാം. താങ്ക് യു ചേട്ടാ. മോനെ വിക്രാന്തേ, പിടിക്കേ. എല്ലായിടത്തും പെൺകുട്ടികൾ ഓഫീസിൽ നിന്ന് വന്ന വീട്ടുജോലികൾ ചെയ്ത് അമ്മയെ സഹായിക്കും. ഇവിടെ വന്നാലോ ടിവിയും കണ്ട് അങ്ങനെ തന്നെ ഇരിക്കും. അതെല്ലാം ചെയ്യാൻ വേണ്ടി ജോലിക്കൊരുത്തിനെ കെട്ടിക്കൊണ്ട് വന്നിട്ടില്ലേ നിങ്ങളുടെ മരുമകള്, അവളെ കൊണ്ട് ചെയ്യിപ്പിക്ക. ശാരികേ, നോക്ക്, ഇവള് പറയുന്നത് കേട്ട് ചുമ്മാ അങ്ങ് നിക്കുവാണോ? അവളെ ഒന്ന് വഴക്ക് പറയാൻ പാടില്ലേ? നീ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാ? ഞാൻ പോയി നോക്കിട്ട് വരാം. കരയില്ല ആദ്യ. സിദ്ധാർത്ഥേ, എന്ത് പ്രശ്നമാണെന്ന് അറിയില്ലല്ലോ. എന്താ ഇതൊക്കെ? ആദ്യ, എന്തിനാ മോളെ കരയുന്നേ? ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? സിദ്ധാർത്ഥ്, നീയെങ്കിലും പറ, അവൾ എന്തിനാ കരയുന്നേന്ന്. വേദാന്തിനെ അറസ്റ്റ് ചെയ്തു. ഇന്ന് ഞങ്ങളുടെ വിക്കിച്ചേട്ടൻ കാരണം ഞങ്ങളുടെ അഭിമാനം രക്ഷപ്പെട്ടു. അമ്മയാണെങ്കിൽ ഹാർട്ട് പേഷ്യന്റാ. ഇന്ന് വിക്കിച്ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ അമ്മയെ ആശ്വസിപ്പിക്കുന്ന കാര്യം ആലോചിക്കാനേ വയ്യ. ഇപ്പോഴും വായടയ്ക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ ചേച്ചി ഇന്ന് റാണി പോയത് അറിഞ്ഞിരുന്നെങ്കിൽ ഒത്തിരി സങ്കടത്തിലായനെ. ദൈവം പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാക്കി തന്നു. എല്ലാ പ്രശ്നങ്ങളും തീർന്നല്ലോ. അയ്യോ, പെട്ടെന്ന് പാല് വാങ്ങിച്ചു ചെന്നില്ലെങ്കിൽ അമ്മ എന്നെ കൊന്നുകളയും. നിങ്ങളുടെ പേരിൽ എനിക്ക് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. നിയമപ്രകാരമുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അക്കോർഡിംഗ് ടു ദ പ്രൊസീജിയർ. നിങ്ങൾ ഈ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കംപ്ലൈന്റ് തന്ന ആ പെൺകുട്ടി ആരാ? ഈ വിവരങ്ങളൊന്നും ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. പ്ലീസ് കോപ്പറേറ്റ് വിത്ത് us. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും സ്റ്റേഷനിൽ വന്നിട്ട് സംസാരിക്കാം. ഇല്ലെങ്കിൽ ലോയറെ കൂട്ടി വന്ന് സംസാരിക്കാം. ഹോൾഡ് ഓൺ ഇൻസ്പെക്ടർ, ഞാനും ഒരു ഇന്ത്യൻ പൗരൻ തന്നെയാ. ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാതെ തനിക്ക് എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും? അതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്? ഇനി നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്തേ പറ്റൂന്നാണെങ്കിൽ കാര്യകാരണ സഹിതം എന്നെ ബോധിപ്പിക്കേ. നിങ്ങൾ നിയമപ്രകാരം അല്ലാതെ അത് ഇതെന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് പോയാ വേറെ ആരെങ്കിലും ചെയ്ത തെറ്റിന് ഒരു തെളിവ് പോലും ഇല്ലാതെ ഇദ്ദേഹത്തെ വെറുതെ പിടിച്ചോണ്ട് പോകേണ്ട ആവശ്യം എന്താ? വേദാന്ത് മേനോൻ ഈ സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആളാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നോക്ക്, ഞങ്ങൾ വെറുതെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതല്ല. ഇവരുടെ പേരിൽ സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ട്. ഒരു സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചതിൽ കംപ്ലൈന്റ് ഉണ്ട്. പ്ലീസ് മുന്നും പിന്നെ നോക്കാതെ ഇങ്ങനെ ആക്ഷൻ എടുക്കല്ലേ. ഞാൻ ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ അഡ്മിൻ ആയിട്ട് ജോലി ചെയ്യുന്ന ആളാ. ഇദ്ദേഹം അങ്ങനെ ഒരാളല്ല, അങ്ങനെ ഒരു കാര്യം ചെയ്യേയില്ല. എന്താണെന്ന് വെച്ചാ ഇദ്ദേഹത്തിന് സ്ത്രീകളോട് ദേഷ്യ.
ഈ കാര്യം എല്ലാവർക്കും അറിയുന്നതോ. അങ്ങനെയുള്ളപ്പോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു പറഞ്ഞാൽ എങ്ങനെ ശരിയാവും സാർ? അത് ഇതൊന്നും ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല. കംപ്ലൈന്റ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാ. ഞാൻ എന്റെ ഡ്യൂട്ടി മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ ഇദ്ദേഹത്തെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാകാം. പ്ലീസ് പറയുന്നൊന്ന് കേക്ക്. ഇദ്ദേഹം അങ്ങനെ ഒരാളല്ല. ഇദ്ദേഹത്തിന് സ്ത്രീകളോട് എപ്പോഴും ബഹുമാന. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? നിങ്ങളല്ലേ പറഞ്ഞത് ഇയാൾക്ക് സ്ത്രീകളെ ഇഷ്ടമല്ലെന്ന്? എന്നിട്ട് ഇപ്പൊ പറയുന്നു സ്ത്രീകളെ ഭയങ്കര ബഹുമാനമാണെന്ന്. എനിക്ക് തോന്നുന്നത് ഇയാള് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. ഇതിപ്പോ നിങ്ങൾക്കറിയാവുന്ന ഒരു മുഖമായിരിക്കും. ഇതല്ലാതെ വേറൊരു മുഖം കംപ്ലൈന്റ് ചെയ്ത ആൾക്കറിയാമായിരിക്കും. സർ, ദയവ് ഇത് വെറുതെ ഓരോന്ന് പറയല്ലേ. ഞാനൊരു പെണ്ണും അദ്ദേഹത്തിന് കമ്പനിയിൽ ഒരു എംപ്ലോയി കൂടി ആയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നേ. അദ്ദേഹം അങ്ങനെ ഒരാളല്ല. അദ്ദേഹം ഒരു പ്രാവശ്യം പോലും എന്നോട് ഒരിക്കലും മോശമായിട്ട് പെരുമാറിയിട്ടില്ല. കമ്പനി ഹെഡ് തന്റെ ഫീമെയിൽ എംപ്ലോയിയോടൊപ്പം പാർക്കിൽ എന്താണ് പരിപാടി? ഞാനിവിടെ വന്നപ്പോ നിങ്ങൾ രണ്ടുപേരും എന്താ സംസാരിച്ചെന്ന് ഞാൻ കേട്ടു. എന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ചോദിച്ചല്ലോ, അതെന്താ? ഇദ്ദേഹത്തിന്റെ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതി എല്ലാ സ്ത്രീകളും ഇയാളെ ഇഷ്ടപ്പെടണം നിർബന്ധമില്ല. മനസ്സിലായോ? ഇൻസ്പെക്ടർ, മൈൻഡ് യുവർ വേർഡ്സ്. ഈ യൂണിഫോമിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. എന്ന് വെച്ച് എന്റെ ക്ഷമ പരീക്ഷിക്കാൻ നിൽക്കരുത്. നീ എന്താ എന്നെ പേടിപ്പിക്കുക? ഞാൻ കുറച്ച് മാന്യമായി സംസാരിച്ചപ്പോ നീ എന്റെ തലയിലോട്ട് കയറുവാണോ? എന്നോട് റെസ്പെക്ട് ഇല്ലാതെ സംസാരിച്ചോണ്ടല്ലോ. ഒരു സെക്ഷൽ ഹറാസ്മെന്റ് കംപ്ലൈന്റ് ഉള്ള നിന്നോട് ഇത്രയെങ്കിലും മര്യാദ കാണിച്ച് നന്നായെന്ന് കൂട്ടിക്കോ. അങ്ങനെയുള്ള നിന്നെ ഞാൻ സാറെന്ന് വിളിക്കണമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് അഹങ്കാരം ഉണ്ടെങ്കിലേ അത് നിന്റെ കയ്യിൽ വെച്ചാൽ മതി. ഞാൻ ആരാണെന്നുള്ളത് ലോക്കപ്പിൽ വെച്ച് കാണിച്ചു തരാം. നടക്ക. സർ, സർ. ശരി അമ്മാവ, ഞാൻ ഇറങ്ങട്ടെ. നീ തന്ന പണം ഞാൻ എന്തായാലും തിരിച്ചു തരും മോനെ. അപ്പോ നീ വേണ്ടാന്ന് പറയരുത്. അമ്മാവ, എനിക്ക് അമ്മാവനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയി. അമ്മാവൻ കടം വാങ്ങിച്ചത് ആർദ്ര കല്യാണത്തിന് വേണ്ടിയല്ലേ? പക്ഷെ അത് നടന്നില്ല. ആരുടെ കൂടെയാണോ കല്യാണം നടക്കേണ്ടിയിരുന്നത് ആ കല്യാണം നടക്കുന്ന കാര്യത്തില് ഒരു സംശയവും വേണ്ട. അയ്യോ, ആ പയ്യൻ ഞാൻ തന്നെയാ. കൺഫ്യൂസ് ആവല്ലേ? സോ കല്യാണത്തിന്റെ ചെലവുകള് ഞാൻ തന്നെ നോക്കിക്കോളാം. നിങ്ങൾ ഒന്നും ഓർത്തും വിഷമിക്കണ്ട. ഇനി ബാക്കിയുള്ള കടങ്ങളും എന്റെ സാലറി കൊണ്ട് ഞാൻ വീട്ടിക്കോളാം. ഡോണ്ട് വറി. പക്ഷെ വിക്രാന്ത്, അമ്മാവൻ ഒന്നും പറയണ്ട. ഒരു കാര്യം ചോദിക്കട്ടെ, ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ സമ്പാദിച്ച് എന്റെ വീട്ടിൽ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. എന്റെ വീട്ടില് ഒരുപാട് കാശുണ്ട് എന്ന് വെച്ച് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പൈസ എടുക്കില്ല. സോ ഇതില് വേറെ ഇനി ആരും ചോദ്യം ചെയ്യാനൊന്നും വരുന്നില്ല. അതങ്ങനെയല്ല മോനെ. നിങ്ങൾക്ക് 4 പെൺകുട്ടികളുള്ള, അതിന്റെ കൂടെ ഒരു ആൺകുട്ടി കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവൻ സമ്പാദിച്ച് കൊണ്ടുവരുന്ന കാശ് അമ്മാവൻ വാങ്ങില്ലേ? ഇന്നു മുതല് നിങ്ങൾക്കൊരു ആൺകുട്ടി കൂടി ഉണ്ടെന്ന് കരുതിക്കോളാം അമ്മാവൻ. ഇപ്പൊ ഈ ചെയ്യുന്നതെല്ലാം നിങ്ങൾ സ്വന്തം മകനാ ചെയ്യുന്നതെന്ന് ഓർത്താൽ മതി.
ഇൻസ്പെക്ടർ പ്ലീസ് ലിസൺ ടു മീ. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് പെൺകുട്ടികളെന്ന് വെച്ചാൽ ഇഷ്ടമല്ല. പിന്നെ എങ്ങനെ ഞാനിങ്ങനെയൊക്കെ? ഇൻസ്പെക്ടർ എന്നെ പറയുന്നൊന്ന് കേക്ക്. നോക്ക്, എന്നെ കുറിച്ചുള്ള ആരോപണങ്ങളുടെ സത്യാവസ്ഥ അറിയാനുള്ള റൈറ്റ് എനിക്കുണ്ട്. കോൺസ്റ്റബിൾ ലോക്കപ്പ് തുറക്ക. വെറുതെ കഥ പറയാൻ നിൽക്കണ്ട. നോക്ക്, എന്നോട് റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കരുത്. ഐ വിൽ നോട്ട് ടോളറേറ്റ് ഇറ്റ്. താൻ ആരോടെ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന നല്ല ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഞാൻ കുറെ നേരം ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. ഭയങ്കര വാചകോടിയാണല്ലോ. ഇതുപോലുള്ള വലിയ കേസുകൾ ഒരുപാട് കണ്ടവനാ ഞാൻ. റെസ്പെക്റ്റോടെ പെരുമാറാൻ പറയുന്നുണ്ടല്ലോ. അങ്ങനെ വേണമെന്ന് പറയുന്നത് നിങ്ങൾ അത്തരത്തിലാണോ തിരിച്ചു പെരുമാറുന്നത്? എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ട ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല. മനസ്സിലായോ? ഏതോ ഒരു പെണ്ണ് കംപ്ലൈന്റ് എന്നു കരുതി അതാണ് സത്യം എന്ന് താൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണോ? ആദ്യം പ്രാക്ടിക്കലായി ചിന്തിക്കേ. കംപ്ലൈന്റിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? ഞാൻ നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് വേറൊരു കണക്ഷൻ ഉണ്ട്. ഐ മീൻ, ഞാനും നിങ്ങളുടെ ഫാമിലിയും തമ്മിൽ. കുറെ നാൾ മുമ്പ് ഞാൻ നിങ്ങളുടെ അമ്മയുടെ ലേഡീസ് ക്ലബ്ബില് ഒരു മെമ്പറുടെ മകനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോ നിങ്ങളുടെ അമ്മ എന്നോട് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. അത് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്റെ സ്റ്റേഷനിലെ ഗസ്റ്റാ. ഐ എം സോറി. നിങ്ങൾ പണക്കാരല്ലേ? അപ്പൊ ചീഫ് ഗസ്റ്റ് ആണ്. ഇതാ റൗഡികളുടെ കയ്യിൽ കണ്ടപ്പോ എനിക്കങ്ങനെ വിഷമവും തോന്നില്ല. എന്താണെന്നറിയോ? കഷ്ടപ്പെട്ടപ്പോ എന്നെ നീ ഓർത്തില്ലെന്ന് ഓർത്തിട്ട്. പക്ഷെ ഞാൻ തന്ന മോതിരം നിനക്ക് ഉപകാരമായില്ലേ? ഇതിന് നിന്റെ കയ്യിൽ നിന്ന് ആരൊക്കെ എടുത്തുണ്ടോ ആയാലും തിരിച്ചെടുത്ത് നിന്റെ കയ്യിലിടുന്ന ഞാൻ തന്നെയായിരിക്കും. ആരതി, ഇറ്റ്സ് വിക്രാന്ത്. ഇനി അധികം ദൂരില്ല ആരതി. എന്താണോ നോക്കി നിൽക്കുന്നത്? പിടിച്ച് ലോക്കപ്പിലിട്. ഇൻസ്പെക്ടർ ലിസൺ ടു മീ. ഇൻസ്പെക്ടർ. എടോ പ്രകാശ്, ഒരു ചായ വാങ്ങിട്ട് വാ. നീ എന്താ ഈ പറയുന്നേ? സത്യാണോ? അവൻ എന്ത് തെറ്റ് ചെയ്തേ? അവനെ എന്തിനാ അറസ്റ്റ് ചെയ്തത്? അത് ഏത് സ്റ്റേഷനിലാണെന്ന് പറയും സിദ്ധാർത്ഥ. എന്താ ഇതൊക്കെ? ഒന്നും ഉണ്ടാവില്ല. കരയാതിരിക്കും മോളെ. നീ സമാധാനപ്പെട്. ശരിക്കും എന്താ കാര്യം എനിക്കും അറിയില്ല അമ്മേ. അമൂല്യ പറയുമ്പോഴാ അറിയുന്നേ. അമൂല്യോ? അവര് രണ്ടുപേരും കൂടെ ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോയതാ. അവിടെ വെച്ചാ സംഭവം നടന്നത്. അവിടെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞില്ലേ? ഇല്ല അച്ഛാ, പോലീസ് വന്ന ഉടനെ എനിക്ക് മെസ്സേജ് അയച്ചു. ഇപ്പോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്ന് മെസ്സേജ് വന്നു. കാര്യം എന്താണെന്ന് എനിക്ക് അറിയില്ല അച്ഛാ. അയ്യോ, എന്തൊക്കെയാ കേൾക്കുന്നത്? ഏത് സ്റ്റേഷനിലാ സിദ്ധാർത്ഥ? അറിയില്ല അച്ഛാ, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. എന്ത് പ്രശ്നമാണെന്ന് അറിയില്ലല്ലോ. ഇല്ല അച്ഛാ, വേദാന്ത് സ്റ്റേഷനിൽ കയറുന്ന രീതിയിൽ ഒന്നും ചെയ്യുന്ന ആളല്ല. ശരി, നീ പോയിക്കോ. അവിടെ ചെന്നിട്ട് എന്താന്ന് വെച്ചാ വിളിച്ചു പറ. ശരി അമ്മേ. കമ്മീഷണർ എന്റെ ഫ്രണ്ടാ. ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ശരി, വേഗം വിളിക്കേ. ചേട്ടൻ എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നാ കുറച്ച് സ്ട്രിക്റ്റ് ആണെന്നല്ലാതെ ആരോടൊരു വൈരാഗ്യമുള്ള ആളല്ല. എന്നിട്ടും ചേട്ടന് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ.
പെണ്ണുങ്ങളെ കണ്ണെടുത്ത കണ്ടുകൂടാന്ന് പറഞ്ഞവൻ ഇപ്പൊ ആ പെണ്ണിനെ സ്നേഹിക്കാൻ തുടങ്ങിയല്ലേ? അതും ആ പിച്ചക്കാരി അമൂല്യ. ഇതെല്ലാം എന്റെ പണി തന്നെയാ. ഇന്നു മുതൽ നിന്റെ ചേട്ടൻ പെണ്ണെന്ന് കേട്ടാ തന്നെ ദേഷ്യത്തോടെ അലയും. നീ കണ്ടോ? നിന്റെ ചേട്ടൻ ഒന്നും സംഭവിക്കില്ല. അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. സമാധാനായിട്ടിരിക്കും മോളെ. വാ വാ മോളെ, വാ നടക്ക്. ഈ വീട്ടിൽ ആർക്ക് സമയത്തെക്കുറിച്ചൊരു ബോധമില്ലേ? സമയം 6 ആകാൻ പോകുന്നു. ഇതുവരെ വിളക്ക് തെളിയിച്ചിട്ട് പോലും ഇല്ലേ. എനിക്ക് സ്ട്രോങ് ആയിട്ടൊരു കോഫി പോലും കിട്ടിയിട്ടില്ല. ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി കിടക്കുകയാണോ? സുകന്യ, ദിനേശ. ഇതാ മാഡം, താങ്കളെ പോലെ തന്നെ സ്ട്രോങ് ഫിൽറ്റർ കോഫി. നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്തേ? നന്നായി, ഇത്രയെങ്കിലും കൺസേൺ ഉണ്ടല്ലോ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. അത് സുകന്യ കുഞ്ഞിന് സുഖമില്ലാത്തോണ്ട് വീട്ടിലേക്ക് പോയി. പിന്നെ ദിനേശിനെ അറിയാലോ, കള്ളനാവൻ. അതുകൊണ്ട് ഞാൻ കോഫി ഇട്ടുണ്ട് ഇങ്ങോട്ട് പോകുന്നു. നിനക്കെന്താ, നല്ല ചായ കുടിക്കണം, അത്രയല്ലേ ഉള്ളൂ. വേറെന്താ വേണ്ടേ? കുടിക്ക്. അപ്പോ വിളക്ക് വെക്കുന്നതാരാ? അല്ല മാഡം, ഈ വീട്ടിൽ മരുമകള് വരുന്നത് വരെ നീയാ മഹാലക്ഷ്മി. അതങ്ങനെ തന്നെയല്ലേ? ഞാൻ തന്നെയാ കത്തിക്കേണ്ടത്. പക്ഷെ എനിക്ക് നല്ല തലവേദനയുണ്ട്. ഇതുവരെ ഇല്ലാത്തതുപോലൊരു വേദന. ഇന്നെന്തോ അരുതാത്തത് നടക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ. അമ്മേ, അച്ഛാ, അമ്മേ, ചേട്ടനെ. എന്തിനാ മോനെ നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? വേദാന്തൻ എന്തു പറ്റി? അമ്മേ, അത് ചേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാൻ പറയുന്ന ദയവ് ഇതൊന്ന് കേക്ക്. ഇദ്ദേഹം അങ്ങനെ ഒരാളല്ല. എനിക്ക് ഇദ്ദേഹത്തെ അറിയുന്ന പോലെ വേറെ ആർക്കും എന്തായാലും അറിയാൻ വഴിയില്ല. പാർക്കിൽ വെച്ച് ഇത് തന്നെയാ ഞാൻ പറയാൻ തുടങ്ങിയത്. എന്നാൽ നിങ്ങൾ ആരും എനിക്കൊരു അവസരം തന്നില്ല. ദൈവത്തെ ഓർത്ത് ഇദ്ദേഹത്തോട് ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇദ്ദേഹം വളരെ നല്ല ആളാ. ഒരു പെൺകുട്ടിയായിട്ടും ഞാനിതൊക്കെ പറയുന്നില്ലേ? ദൈവത്തിനാണെ ഇദ്ദേഹം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല സർ. അമ്മേ, അമ്മേ. എന്താ കൊച്ചേ? നന്നായിട്ട് വിശക്കുന്നുണ്ടമ്മേ. എന്തെങ്കിലും എനിക്ക് തിന്നാണ്ടായോ? കഴിക്കാൻ തരാൻ പറഞ്ഞിട്ട് എല്ലാരും എന്താ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നേ? നീ മഹാറാണി ഒന്നും അല്ല വരുന്ന ഉടനെ ഭക്ഷണം കൊണ്ടുവന്ന് നിന്റെ മുമ്പിൽ വെച്ച് തരാൻ. നീ വെറും ഡ്രാമ ക്യൂനാ. ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. ആവശ്യമില്ലാത്ത കാര്യത്തിന് മറുപടി പറയാൻ നിൽക്കണ്ട. കഴിക്കാനുള്ള സാധനം എവിടെ ഇരിക്കുന്നെന്ന് അറിയില്ലേ? പോയി എടുത്ത് കഴിക്കടി. ചുമ്മാ ബഹളം ഉണ്ടാക്കാതെ. ഓഹോ, അപ്പൊ നീ കോളേജിൽ വന്ന ഉടനെ അമ്മേ കഴിക്കാൻ തന്നെ. അയ്യോ, എന്തിനാ പിള്ളേർ ഇങ്ങനെ കിടന്ന് വഴക്കിടുന്നേ? ഇങ്ങോട്ട് വാ. എടി, അവളൊരു ചെറിയ കുട്ടിയല്ലേ, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എനിക്കും പാവന്നൊക്കെ തോന്നും ചേച്ചി. പക്ഷെ ഞാൻ ദേഷ്യപ്പെട്ടു പോയി. എന്തൊരു വല്ലാത്ത സ്വഭാവം ഇത്. അപ്പൊ നീ എന്നോട് എന്തോ കാര്യം പറയാൻ വേണ്ടി വന്നതായിരുന്നല്ലേ? എന്താ അത്? ചേച്ചി, ഞാൻ കാപ്പി കുടിക്കാൻ വേണ്ടിട്ട് ബേക്കറിയുടെ അടുത്ത് പോയിരുന്നു. ആ ബേക്കറിയുടെ ഓപ്പോസിറ്റില് ഒരു പാർക്കുണ്ട്. അവിടെ വേദാന്തേട്ടനും അമൂല്യ ചേച്ചിയും എത്ര അടുത്തിരുന്നാ സംസാരിച്ചെന്ന് അറിയോ ചേച്ചിക്ക്? എന്താ പറഞ്ഞേ? നമ്മുടെ അമ്മുവും വേദാന്ത ചേട്ടന്റെ കൂടെയോ? അതേ ചേച്ചി, നമ്മുടെ റോഡി ബേബി തന്നെ. ആരാടിയത്? എന്റെ അമ്മു വീട്ടിലില്ലാത്ത സമയം നോക്കി അവളെ പറ്റി കുറ്റം പറയുന്നേ? വേറെ ആരാ അമ്മേ? ഇവള് തന്നെ ആയിരിക്കും അത് പറഞ്ഞേ. കുറ്റം പറയാൻ വേണ്ടി മാത്രമല്ലാതെ ഇവള് വാ തുറക്കില്ലല്ലോ. അമ്മേ, ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ എന്ന് അവൾക്ക് മനസ്സിലായിന്ന് തോന്നുന്നു. അതാ മിണ്ടാത്തെ. അതുകൊണ്ടാ മിണ്ടാതിരിക്കുന്നേ. എന്തോ രാവിലെ മുതല് എന്റെ വലത് കണ്ണ് വല്ലാതെ തുടിക്കുന്നുണ്ട്. എന്തെങ്കിലും സംഭവിക്കുമെന്ന എന്റെ പേടി.
കാര്യത്തില് ഇദ്ദേഹത്തെ പോലെ ഒരു ജെന്റിൽമാനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സർ. ദയവ് ചെയ്ത് ഇദ്ദേഹത്തെ ലോക്കപ്പിലൊന്നും ഇടല്ലേ സർ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഞാൻ എന്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സാറിനോട് പോയി പറഞ്ഞു.